2 ഭാര്യ മരിച്ചു പോയി. അതല്ല എനിക്കുള്ള സങ്കടം. അവൾ മരിച്ചു പോയിട്ട് 2 വർഷം. ഞാൻ തന്നെയായി. അവൾ എന്നെ ഇട്ടേച്ച് പോയി. അപ്പോൾ എന്നും വൈകുന്നേരം ഇവിടെയൊക്കെ വന്നിരിക്കുമോ? അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ നല്ല ആരോഗ്യമൊക്കെ കിട്ടും അല്ലേ? അവളെ കാണാനും നല്ല പിടിക്കുക. അപ്പം അപ്പൂപ്പനെ കണ്ടാലും നല്ല സുന്ദരനല്ലേ? ആള് സുന്ദരിയെ. എന്തുവാ പേരെന്തുവാ? എൻ്റെ പേര് ആന്റണി. ആന്റണി. ഞാൻ ക്രിസ്ത്യാനിയാണ്. അതല്ല, ക്രിസ്ത്യാനി ആയാലും മനുഷ്യരാണ്. നമ്മളെല്ലാരും മനുഷ്യരാണ്. നമ്മളെല്ലാരും മനുഷ്യരാണ്, അല്ലാതെ ജാതിയിലൊന്നുമില്ല. അല്ല, ഇത് കണ്ടാ അറിയാമല്ലോ ആണെന്ന്. അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പൊ വയസ്സെത്രയായി? ഇപ്പം 93 ആയി. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലല്ലേ അറിയാവൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഞങ്ങള് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനിയാണോ? പറഞ്ഞപ്പോഴല്ലേ അറിയാവൂ ക്രിസ്ത്യാനിയാണെന്ന്. അപ്പൊ അതുപോലെ അപ്പൂപ്പനും പറഞ്ഞപ്പോഴേ ഞങ്ങൾ അറിഞ്ഞ ക്രിസ്ത്യാനിയെന്ന്. ജാതിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ. അല്ല, ഇനി ഞാൻ അല്പം സംസാരിച്ചോ. ശൂടാ. ഒരു മനുഷ്യന് മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണമില്ലാത്തതും മഹത്വമുള്ളതായ ഒരു ആത്മാവനുണ്ട്, ദൈവിക ജീവൻ. അവൻ ദൈവിക ജീവനുള്ളവനാണ്. അവന് 3 സ്വഭാവങ്ങൾ ഉണ്ട്: മനുഷ്യത്വം, മൃഗത്വം, ദൈവത്വം. അവൻ്റെ മൃഗ സ്വഭാവം എടുക്കാതിരുന്നാൽ മതി. മനസ്സിലായി? മനുഷ്യത്വത്തിനും ഉണ്ട്, ദൈവത്തിനുള്ളവനായ പരസ്പരസ്നേഹം. ദൈവമായ കർത്താവ് മനുഷ്യനോട് 10 കൽപ്പന കൊടുത്തും പറഞ്ഞു, നിങ്ങൾ നിത്യായുസിൽ പ്രവേശിക്കണമെങ്കിൽ കൽപ്പനകൾ അനുസരിക്കും. 10 കൽപ്പന. ദൈവം കൊടുത്ത കൽപ്പന. അത് രണ്ടാമത്തെ, എല്ലാ വസ്തുക്കളെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. തന്നെത്താൻ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. എല്ലാം ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ സഹോദരിയെ സ്നേഹിക്കുന്നു. അതായത് യുദ്ധമൊന്നും നടക്കത്തില്ല. ഒരു യുദ്ധവും ഇല്ല, ഒരു വഴക്കും ഇല്ല, ഒരു അതിർത്തർക്കവും ഇല്ല, ഒന്നുമില്ല. എൻ്റെ കണ്ണിനൊരു കാഴ്ചയുണ്ട്. ഒരു 80-85 വയസ്സ് കാണും. ഒരു ഹിന്ദു സഹോദരിയാണ്. നടന്നു പോകുന്ന വഴി ഒരു പൊതി കിട്ടി. ഒരു പൊതി കിട്ടി. രൂപയ. അവിടെ ഹോട്ടലും ചായക്കടം നടന്ന രാമൻകുഞ്ഞെന്നും പറഞ്ഞൊരു ആളാ നടന്നു. എടാ രാമൻകുഞ്ഞൻ, എന്തോ അവർ തമ്മിലുള്ള ബന്ധമനുസരിച്ചായിരിക്കാം, എന്തോന്ന് വിളി കേട്ടു. എടാ, എൻ്റെ കൈ കുറേ രൂപ കിട്ടിയിട്ടുണ്ട്, നീ ഇതിൻ്റെ യഥാർത്ഥമായ ഉടമസ്ഥനെ അന്വേഷിച്ച് കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഇരിക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ ഒരു പാലമുണ്ട്, പൊക്കപ്പാലമാണ്. തോട്ടപ്പള്ളി ജീപ്പിൻ്റെ അവിടെ കണ്ടിട്ടുണ്ട്. തോട്ടപ്പള്ളി ഉണ്ട്. ആ പാലത്തിൻ്റെ അടിയിൽ ചായക്കച്ചവടം ചെയ്തു. ഞാനും അവിടെ ചായ കുടിച്ചിട്ടുണ്ട്. എന്തോ കൊപ്രായോ കുരുമുളകോ എന്തോ ഇത് ഒരു മുസൽമാനാന്നാ പറയുന്നത്. 4 മണിക്ക് വന്ന ബോട്ടേ വന്ന് ഇറങ്ങി ഒരു ബ്യാഗുണ്ടായി അവിടെ ചേച്ചി നടന്നത്. അതിൽ പടിമൂത്തങ്ങാടി എന്തോ ഓർത്ത് അവിടെ നിന്ന് ഇറങ്ങി ഒരു വള്ളം പിടിച്ച് വന്നപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല. അവർ കൊടുത്തില്ല. അതുകൊണ്ട് വള്ളങ്ങൾ മേടിച്ചു, വസ്തുക്കളൊക്കെ മേടിച്ചു, ഇങ്ങനെയൊക്കെ. പക്ഷെ അനുഭവം എന്ത് പറ്റിയെന്നറിയാവോ? അതിൻ്റെ അപ്പുറത്ത് ആ വീട്ടിലെ തള്ള വെള്ളത്തിൽ പോയി ചത്തു. അയാൾ ആ പാലത്തെ കെട്ടി തൂങ്ങിച്ചെത്തു. ഈ എടുത്ത ആള് ഒരു വീട്ടിൽ എന്താ ഈ മറ്റുള്ളവരുടെ അപഹരിച്ചുകൊണ്ട് പല വീട് എടുത്തതിൻ്റെ പല
നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകും. ക്ഷമിക്കണം. ദാരിദ്ര്യം നല്ലപോലെ അനുഭവിച്ചിട്ടുള്ളവനാണ്. എനിക്ക് 5 പെങ്ങന്മാരായിരുന്നു. 5 പേരുടെ ഇളയതാണ് ഞാൻ. എൻ്റെ ഇളയവരാൻ കൊച്ചിനാണ്. എൻ്റെ അപ്പൻ വലിയൊരു പണക്കാരൻ്റെ മോനാണ്. കൃഷി ചെയ്ത് പരാജയപ്പെട്ടിട്ട് മക്കൾക്ക് കൊടുക്കാൻ ഒന്നുമില്ലാതെ മുഴുവനും മങ്കമ്പിപ്പട്ടം കൊണ്ടുപോയി. അപ്പം കൂലിപ്പണിക്ക് പോകത്തില്ല, മീൻ പിടിക്കാൻ പോകും. കിട്ടിയെങ്കിൽ തീ പോകണം. കിട്ടിയാൽ ചുരുണ്ടവിടെ കിടന്നു മണ്ടി പോയിരുന്നു. അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? പച്ചത്തോണ്ട് ഇടിച്ച് കയറുണ്ടാക്കും. ഈ കൈതേനവും അതിൻ്റെ മുകളിൽ അറുപ്പെടുത്തിട്ട് പൊന്തി എല്ലാം എടുത്ത് ഇടഞ്ഞിട്ട് ഉണക്കിയിട്ട് ചന്തപ്പാൻ തരും, ശർക്കര കെട്ടാൻ വേണ്ടി. ഇതൊക്കെ അങ്ങ് ഇരുന്നങ്ങ് നെയ്യും ചെയ്യും, കയറും പിരിച്ച് ഇത് കൊടുത്ത് വൈകിട്ടരിഞ്ഞു. അമ്മ എൻ്റെ മക്കളെ പട്ടിണി ഞാൻ കിടക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. ഞങ്ങൾ 7 മക്കളിൽ അമ്മ നല്ല ആഴ്ചയുള്ളായിരുന്നു. ഇതേ ഈ തൊണ്ട് അടിക്കാൻ ശക്തി എവിടുന്ന് കിട്ടിയെന്നാ ഓർമ്മ. ഈ പച്ചത്തൊണ്ട് ഇടിച്ച് ഉലക്കി പിന്നിനെ കൊട്ടുപിടിച്ച് അടിച്ച് പിച്ച് കയറി പൊച്ചൻ കയർ വിരിക്കും. പൊച്ചൻ കയറെന്ന് പറയുന്നത് ഈ ചകിരിയിൽ ചോറൊന്നും പോകത്തില്ല. അത് ഈ കടപ്പുറത്തെ ചെമ്മീൻ നടത്താൻ വേണ്ടിയുള്ള തടുക്കുണ്ടാക്കാനാണ്. അതിന് അന്ന് ചക്കറവാ, ചെമ്പിയക്കറവാ. ഒരു ചക്കറത്ത് 4 മില്ലി കൊടുക്കണം. 3 ചക്കരം കൊടുക്കുമ്പം ഇടങ്ങൾ ചെയ്ത് കിട്ടും. അരിയായിട്ടാണ് കിട്ടുന്നത്? അല്ല, അരി കടയിൽ നിന്ന് അരിക്ക് വില കുറവ്. 2.5 ചക്കരം കൊടുത്താൽ മോശമായി കിട്ടും. 1-ാം തരം അരിക്ക് 3 ചക്കരം കൊടുക്കും. അയാൾ നല്ല അരി മേടിക്കും. ഇതിനൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളവരാണ്. ഇപ്പോഴെങ്ങനെ ഇപ്പം മക്കളൊക്കെ? ഇപ്പം എനിക്ക് 5 ആണും 3 പെണ്ണും 8 മക്കളുണ്ട്. ഒരു മകനെ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും പെൺപിള്ളേരും 3 പേരും കെട്ടിച്ചു. ഇളയ മോടെ ഭർത്താവ് മരിച്ചു പോയി. എങ്കിലും അവൾക്ക് ദാരിദ്ര്യമില്ല. അവൾക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ഒരു ബാങ്കിലെ അത് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ പശുക്കറയുണ്ട്. അവിടെ തമിഴ്നാട്ടിൽ ചെന്ന് പശുവിനെ കൊണ്ടുവരും, കറവ പശുവിനെ. അതിനെ കറന്ന് പാത്രത്തിലാക്കി വെക്കും. അമ്മായിമ്മ അത് കൊടുത്ത് കാശ് മേടിക്കും. എന്നിട്ട് അതിൽ അവര് ബാങ്കിൽ പോകും. മക്കളിപ്പം പഠിച്ച് ഡിഗ്രി ഒരു മോനാ കൂടെ. മോനുണ്ട്, ഒരു മോനുണ്ട്. ഇളയതല്ല, ഇളയതിൻ്റെ മൂത്തത്. കല്യാണം കഴിഞ്ഞ് 2 കൊച്ചുങ്ങളുണ്ട്. അതിൻ്റെ മൂത്തം +2 കഴിഞ്ഞു. പുള്ളിക്കാരത്തിയോ? ഭാര്യ? 2 ഭാര്യ മരിച്ചു പോയി. അതല്ല എനിക്കുള്ള സങ്കടം. അത് മരിച്ചു പോയിട്ട് 2 വർഷം. അവൾ എന്നെ ഇട്ടേച്ച് പോയി. അപ്പൊ എന്നും വൈകുന്നേരം ഇവിടെ വന്നിരിക്കുമോ? ഞാൻ നടക്കും. എവിടെ വീടെവിടെ? വീട് ഇവിടെ അങ്ങോട്ടാണോ? എവിടെ? അതാണോ വീട്? ആ വീടാണോ? അത് ശരി, ചേർന്ന് തന്നെ അല്ലേ? അപ്പൊ തോട്ടുംകരയല്ല വീട് അല്ലേ? ഈ പള്ളി നിൽക്കുന്നത് ഇപ്പം ഞങ്ങളുടെ സ്ഥലമായിരുന്നു. അവിടെ ആയിരുന്നു ഞങ്ങൾ വീട്. അത് അനിയൻ്റെ വീതം കൊടുത്തു. അനിയൻ പള്ളിക്ക് കൊടുത്തു. ഞാൻ ജനിച്ച സ്ഥലമായിരുന്നു. അന്നേരം അന്ന് ഈ പള്ളി ഇല്ലായിരുന്നു? നേരത്തെ ഇല്ലായിരുന്നു. ഞങ്ങൾ മാത്രമേ കുറച്ച് തലേ നിറന്നുള്ളായിരുന്നു. അവിടെ ഇവിടെ 61 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് പട്ടയം കിട്ടിയത്. പുറംപോക്ക് പട്ടയം കിട്ടിയത്. അത് ഞങ്ങൾക്ക് ഗവൺമെൻറ് പോകുന്നുണ്ട്. ഇപ്പം എത്രയുണ്ട്? ഇപ്പം എനിക്ക് 25 സെൻറ്റുണ്ട്. ബാക്കി കുറച്ച് 36 സെൻറ്റ് അനിയൻ്റെ വിധമായിരുന്നു. അതാണോ അത് പള്ളിക്ക് കൊടുത്തു. ആ വിധത്തിലാണ് പള്ളിക്ക് വിറ്റതാണോ? അത് അനിയൻ വീതം കൂടുതൽ കൊടുത്തു. 11 സെൻറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അത് കൊടുത്തു. 25 എനിക്ക് തന്നുള്ളൂ. അമ്മ പറഞ്ഞ അവൻ കൂടുതൽ കൊണ്ടുപോയിക്കോട്ടെന്ന് പറഞ്ഞു. നിനക്ക് കുറച്ച് മതി. അമ്മ പറയുന്നത്
അവൻ 25 എന്നാൽ 25 ഇപ്പോഴും ഉണ്ട്, കുഴപ്പമില്ല. അവന് 11 വിറ്റു, അവൻ വേറെ പോയി താമസിച്ച് അവൻ മരിച്ചും പോയി. പേരെന്താ? അവൻ്റെ പേര് മാത്തുക്കുട്ടി, അല്ല. എൻ്റെ പേര് ആൻ്റണി. ആന്റണി. അപ്പച്ചനെ വിളിക്കുന്നു ആൻ്റണി എന്നാ പേര്. എന്തുവായിരുന്നു ജോലി? എന്തുവായിരുന്നു? കൂടുതലും മീൻ പിടുത്തം. നീ വള്ളത്തെ പോയി അല്ലേ? ഇപ്പോൾ കടലിലൊന്നും പതിപ്പിഴൊക്കെ തന്നെ. അതെ, ഈ തോട്ടിലെ മീൻ വരാലും കാരിയും വരാലും അപ്പൊ അതിനൊക്കെ അല്ലേ ഇപ്പൊ ഡിമാൻഡ്. അതൊക്കെ പിടിച്ചു പണ്ടത്തെ നാടൻ മീനുകള്, കരിമീന് അല്ലേ? മീൻ പിടിച്ചു. അങ്ങനെ വളർത്തി മക്കളെ. പിന്നെ അതുകൂടാതെ വന്നപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പൂജാങ്ങര പോയിട്ടുണ്ട്. അവിടെ നല്ലപോലെ ഭാര്യ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ പദം പറയാം. കൊയ്യാൻ ഇറങ്ങി ഞങ്ങൾ നല്ലപോലെ കൊയ്തു. ഞങ്ങളുണ്ട് കൊയ്ത് അന്നേരം ഈ നെല്ല് പതിര് പിടിക്കുന്ന മെഷീനൊന്നും ഇല്ല. നമ്മൾ ഉണക്കി പതിര് ഒന്നിലെ കൊട്ടയ്ക്ക് എറിയണം, അല്ലെങ്കിൽ കൊട്ടയ്ക്ക് ആരത് പിടിക്കണം. ഇതെല്ലാം അറിയാം. അത് ഒരു 4-5 കളത്തിലെ ജോലിയുണ്ട്. ആ ടൈം ആകുമ്പോൾ ഞാൻ പോട്ടെ പൊയ്ച്ചു. ഞാൻ കൊയ്ത കറ്റ കിടക്കുക അവിടെ. അപ്പം ആ ഒറ്റയ്ക്ക് ഈ കറ്റ മുഴുവൻ ചുമന്ന് കിടത്ത് കൊണ്ടുപോയി. അപ്പോൾ നീ വിഷമിച്ചോ? ആ സാരമില്ല, നമുക്ക് കളയാനൊക്കെ നിങ്ങൾ പോയി. എന്നിട്ട് ചവിട്ടി മതിക്കുന്നു പാലക്കോടെ ചോര ഒലിച്ചിട്ട് അങ്ങനെ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു. എത്ര വയസ്സായി ഉണ്ടായിരുന്നു മരിക്കുമ്പോൾ? അവൾക്ക് അതിനേക്കാണ് 6 വയസ്സ് കുറവാണ്. ഇപ്പൊ 2 വർഷമായി അല്ലേ മരിച്ചു? അത് 2 വർഷമായി. അപ്പം 80 വയസ്സ് കഴിഞ്ഞല്ലേ? ഞാൻ 80 കഴിഞ്ഞു. ഇവിടൊക്കെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ നല്ല ആരോഗ്യമൊക്കെ കിട്ടും അല്ലേ? അവളെ കാണാനും നല്ല പിടിക്കാൻ. അപ്പൊ അപ്പൂപ്പിനെ കണ്ടാലും നല്ല സുന്ദരനല്ലേ? നല്ല വായില്ലേ ആള് സുന്ദരിയായി. ആ മേഡം അവിടുത്തെ വീട്ടുപേരിന് വിരുപ്പിൽ കേട്ടിട്ടുണ്ടോ? കറുകയിൽ എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ശാന്തമംഗലം. ശാന്തമംഗലമാണ് എല്ലാരും പറയുന്നത്. ശാന്തമംഗലത്തിന്റെ അടുത്ത്. ഉത്തമമാനേര്. ഉത്തമമാനേരും അടുത്താണ്.